ഹലോ, ഇതൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാനും അനിയത്തിയും അവളുടെ കോളേജിലേക്ക് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് പോയ വിശേഷങ്ങളാണ്. അവളെ കോളേജ് മഞ്ചേരിയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോളും പിന്നെ വാപ്പാൻ്റെ കൂടെ ഒരു 7 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് 7:20 ബസ്സിനാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത്. 7:20 ബസ്സിന് പോകുന്നാൽ ഒരു ഏകദേശം ഒരു 8:35 ആകുമ്പോൾ ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ടുണ്ട്. പ്രോഗ്രാം ഒരു 10:30 ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങൾക്ക് ഈ ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും അത്ര കണ്ട് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു കോഫി ഷോപ്പിൽ കയറിയിട്ട് ഫോണിൽ ചാർജും ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് എന്തായാലും സമയം പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേഗം തന്നെ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമുള്ളൂ എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ടൈം തന്നെ അവിടെ വെയിറ്റ് ചെയ്തു. മഴ ആയതുകൊണ്ട് കുറേ പാരൻസിനും കുട്ടികൾക്കൊന്നും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രോഗ്രാം 10:30 എന്നാണ് പ്രോഗ്രാം. ഒരു 11 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ആയിരുന്നു. മാക്സിമം കുട്ടികളെയും അതേപോലെ പാരൻസിനെ മാക്സിമം ഇൻവോൾവ് ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു. എന്നാലും അവിടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അവരെടുത്ത കോഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ അവർക്ക് അത് പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എത്രത്തോളം ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് അവർ അവെയറാണ്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചിട്ടും ഇൻവോൾവ് ആക്കിയിട്ടൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഒരു 1 മണി 1:30 ആയിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. രാവിലെ കയറുമ്പോൾ അത്ര കണ്ടിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഒരു അടിപൊളി ബിരിയാണി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഒരു ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്.